തട്ടേക്കാട് പക്ഷി സങ്കേതത്തിന്റെ അതിർത്തി പുനർനിർണയം കേന്ദ്ര വിദഗ്ധ സമിതി സന്ദർശനം നടത്തി. തട്ടേക്കാട് പക്ഷി സങ്കേതത്തിനകത്തെ ജനവാസ മേഖലകളെ സങ്കേതത്തിൽ നിന്നും ഒഴിവാക്കണമെന്ന സംസ്ഥാന വന്യജീവി ബോർഡിന്റെ ശുപാർശ പരിഗണിച്ച കേന്ദ്ര വന്യജീവി ബോർഡിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി നിയോഗിച്ച വിദഗ്ധ സമിതിയാണ് തട്ടേക്കാട് സന്ദർശിച്ചത്. തട്ടേക്കാട് പക്ഷി സങ്കേതത്തിലെ ജനവാസ മേഖലയായ 8.9725 ചതുരശ്ര കിലോമീറ്റർ ഒഴിവാക്കി പകരം മൂന്നാർ വനം ഡിവിഷന്റെ പരിധിയിലുള്ള നേര്യമംഗലം റേഞ്ചിലെ 10.1694 ചതുരശ്ര കിലോമീറ്റർ വനപ്രദേശം തട്ടേക്കാട് പക്ഷി സങ്കേതത്തോടുകൂടി ചേർക്കുന്നതിനുള്ള സംസ്ഥാന വന്യജീവി ബോർഡിന്റെ ശുപാർശയിന്മേൽ തുടർ നടപടികൾ വേഗത്തിലാക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് സംഘത്തിന്റെ സന്ദർശനം. ദേശീയ വന്യജീവി ബോർഡിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗവും പ്രശസ്ത ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ രമൺ സുകുമാർ, ദേശീയ വന്യജീവി വിഭാഗം ഇൻസ്പെക്ടർ ജനറൽ, സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധിയായ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പ്രമോദ് ജി കൃഷ്ണൻ IFS, കേന്ദ്ര വന്യജീവി വകുപ്പിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ എന്നിവരടങ്ങുന്ന സംഘമാണ് സന്ദർശനം നടത്തിയത്. സ്ഥലം സന്ദർശിച്ച് പരിശോധന നടത്തുക മാത്രമാണ് വിദഗ്ധ സംഘം ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പ്രമോദ് ജി കൃഷ്ണൻ പറഞ്ഞു. സൈറ്റ് ഇൻസ്പെക്ഷനാണ് നമ്മൾ ഓൾറെഡി നമ്മുടെ സർക്കാർ കൊടുത്തിട്ടുണ്ടല്ലോ. കൊടുത്ത കാര്യങ്ങളുടെ എന്താ പറയുക, സ്ഥലം ഒന്ന് പരിചയപ്പെടാന്നുള്ളൂ, ഇൻസ്പെക്ട് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള നമ്മൾ പറഞ്ഞു ഗ്രീവൻസ് ഓൾറെഡി കേട്ടിട്ടുണ്ട് എന്നുവെച്ചാൽ അതുകൊണ്ടാണല്ലോ നമ്മളിത് പോയിരിക്കുന്നത്. സമയബന്ധിതമായി അതിർത്തി പുനർനിർണയ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ആന്റണി ജോൺ MLA പറഞ്ഞു. സങ്കേതത്തിന്റെ അതിർത്തി പുനർനിർണയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇവിടെ ഇന്ന് വിദഗ്ധ സംഘം ഈ പ്രദേശങ്ങൾ സന്ദർശിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിയത്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 1983 മുതൽ ഇങ്ങോട്ട് ഏതാണ്ട് 4 പതിറ്റാണ്ടിലേറെ ഈ വിഷയം ഈ പ്രദേശത്തെ ജനങ്ങൾ വളരെ സജീവമായി ഉന്നയിക്കുന്ന ഒരു വിഷയമാണ്. ഏതാണ്ട് 3 വാർഡുകളിൽ വരുന്ന ഈ പക്ഷി സങ്കേതത്തിനകത്ത് ഉൾപ്പെട്ടു പോയിട്ടുള്ള പ്രദേശങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി പ്രാവശ്യം നിയമസഭയ്ക്കകത്തും പുറത്തുമൊക്കെ ഈ വിഷയം ഉന്നയിക്കുകയും അതിൻ്റെ തുടർച്ചയിൽ നിരന്തരമായി നടത്തിയ ഇടപെടലിൻ്റെയും എല്ലാം ഭാഗമായിട്ടാണ് ഇപ്പോൾ കഴിഞ്ഞ ഒക്ടോബറിൽ ചേർന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ്